ഒരു വാഗ്ദാനം, ഒരു കൈകൊടുക്കൽ, പിന്നെ ഇരുട്ടിൽ നിന്ന് കഴുത്തിലേക്കൊരു കുത്ത്. ഒരു ഭരണകൂടത്തിൻ്റെ നേരും നെറിയും എത്രയാണെന്ന് നരേന്ദ്രമോദി സർക്കാർ ഒരിക്കൽ കൂടി വിദ്യാർത്ഥികളെ കാണിച്ചു കൊടുക്കുന്നു. ജന്തർ മന്ദറിലെ ആ സമരം വെറും ഒരു പരീക്ഷാ പ്രശ്നമായിരുന്നില്ല. രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ, അവരുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകളെ ചവിട്ടി മെതിച്ച ഒരു വ്യവസ്ഥക്കെതിരായ രോഷമായിരുന്നു. ഒരു ജനതയുടെ ക്ഷമയുടെ പരിധി എത്രയാണെന്നതിൻ്റെ പ്രതീകമായിരുന്നു ആ സമരം. പല വഴികളും പയറ്റി ഏൽക്കാതായപ്പോൾ ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രിയെ നീക്കാൻ നിർബന്ധിതനായി മോദി. സമര നേതൃത്വവുമായി ചർച്ച നടത്തിയ സർക്കാർ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും പാർലമെന്റിൽ പ്രശ്നം ചർച്ച ചെയ്യുമെന്നും ഉറപ്പുകൊടുത്തു. ഏറ്റവും പ്രധാനമായി സമരക്കാർക്കെതിരെ ഒരു പ്രതികാര നടപടിയും ഉണ്ടാകില്ല എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു. ആ വാക്ക് വിശ്വസിച്ചവരാണ് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ. എന്നാൽ ആ ഉറപ്പിന് ആയുസ് എത്രയുണ്ടെന്ന്, മോദി സർക്കാരിൻ്റെ വാക്കിന് എത്ര വിലയുണ്ടെന്ന് ഈ രാജ്യം സ്വന്തം കണ്ണുകൊണ്ട് ഇപ്പോൾ കാണുന്നു. വാഗ്ദാനത്തിൻ്റെ മഷി ഉണങ്ങും മുൻപേ ഒരു തീരുമാനിക്കപ്പെട്ട വേട്ട ആരംഭിച്ചു കഴിഞ്ഞു. സ്വാഗതം നിലപാടിലേക്ക്. സമരം തീർന്നു, ജന്തർ മന്ദറിൽ ആളൊഴിഞ്ഞു എന്ന് മനസ്സിലായതിന് പിന്നാലെ ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. അസം പോലീസ് ലഖിംപൂർ ജില്ലയിൽ മൻസൂർ റഹ്മാൻ, അഷ്റഫുൽ ഇസ്ലാം, അബ്ദുൽ ഖാസിം എന്നീ 3 മുസ്ലിം യുവാക്കളെ അറസ്റ്റ് ചെയ്തു. കുറ്റം എന്താണെന്നോ? ജന്തർ മന്ദർ സമരത്തിന് ഐക്യദാർഢ്യം അറിയിക്കാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒരു സന്ദേശ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ യുവാക്കൾ ജയിലിലടക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യം എന്ന വാക്കിന് എന്ത് അർത്ഥമുണ്ട്? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, അതാണ് ഗൗരവമുള്ള കാര്യം. ജന്തർ മന്ദറിൽ സമരക്കാർക്ക് വെള്ളമെത്തിച്ചു കൊടുത്ത, അവർ സ്നേഹത്തോടെ ജുനൈദ് ഭായ് എന്ന് വിളിച്ച ജുനൈദിൻ്റെ കുടുംബത്തെ ഉത്തർപ്രദേശ് പോലീസ് വേട്ടയാടുന്നതും രാജ്യം കാണുന്നു. കേരളം, ഡൽഹി, അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ 8 സംസ്ഥാനങ്ങളിൽ നിന്നും സുപ്രീം കോടതി തന്നെ വിശദീകരണം തേടിയിരിക്കുന്നു എന്നത് പ്രശ്നത്തിൻ്റെ വ്യാപ്തി വലുതാക്കുകയാണ്. CPIM ആസ്ഥാനത്തേക്ക് ഇടിച്ചുകയറി വന്ന പോലീസ് പട SFI നേതാവായ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഇടതുപക്ഷത്തിൻ്റെ കാലൊടിക്കണമെന്ന തീരുമാനിച്ചുറപ്പിച്ച പദ്ധതിയുടെ ഭാഗമാണ്. RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിത്വങ്ങൾ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ജോൺ ബ്രിട്ടാസ് MP പ്രത്യേകം എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുൻകാല നിലപാടുകളെയും നിയമനിർമ്മാണ ഇടപെടലുകളെയും രാജ്യദ്രോഹപരമെന്നും ഹിന്ദു വിരുദ്ധമെന്നൊക്കെ മുദ്രകുത്തി അവതരിപ്പിക്കാനാണ് സംഘപരിവാറിൻ്റെ ശ്രമം. ഒരു ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ ഇടതുപക്ഷം എത്ര ആഴത്തിലുള്ള പങ്ക് വഹിക്കുമെന്നും അതിനെ വെറുതെ വിട്ടാൽ അത് എത്ര വലിയ പണിയാകുമെന്നും സംഘം നന്നായി മനസ്സിലാക്കുന്നു. ഒരു ജനപ്രതിനിധി വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നതിനെ രാജ്യദ്രോഹമായി ചിത്രീകരിക്കുന്ന ഈ പ്രചാരണം നാളെ ആരെ അടുത്ത ലക്ഷ്യമാക്കുമെന്നതിൻ്റെ ശരിയായ മുന്നറിയിപ്പാണ്. സമരം അവസാനിച്ചു എന്ന് പറഞ്ഞാലും കേസുകൾ തുറന്നിടുന്നത് ഭരണകൂടത്തിന് തുടർച്ചയായ സമ്മർദ്ദം നിലനിർത്താൻ സഹായിക്കും. അതാണ് സർക്കാരിൻ്റെ പരിപാടിയും. FIR പൂർണ്ണമായി പിൻവലിക്കാതിരിക്കുകയോ ചില സംസ്ഥാനങ്ങളിൽ മാത്രം നടപടി തുടരുകയോ ചെയ്യുന്നത് പ്രതിഷേധക്കാരുടെ മേൽ നിയമപരമായ ഭീഷണി നിലനിർത്താനാണ്. സുപ്രീം കോടതി ഉത്തരവ് അതിന് സഹായമാകുന്നതുമാണ്. മൈനേഴ്സിനെ വിട്ടയക്കുക, എന്നാൽ നിലവിലുള്ള FIRൽ അന്വേഷണം തുടരാം എന്ന കോടതി ഉത്തരവ് CJPക്ക് നൽകിയ ഉറപ്പ് മാറ്റിവെക്കാൻ ഈ സർക്കാരിനെ സഹായിക്കുന്നു. പ്രതിഷേധിച്ച നേതാക്കളെയും സംഘാടകരെയും നിരീക്ഷണത്തിലും നിയമപരമായ സമ്മർദ്ദത്തിലും വയ്ക്കുന്നത് അവരുടെ ഭാവി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഉപകരിക്കുമെന്ന് സർക്കാരിന് നന്നായി അറിയാം. കേന്ദ്രം നേരിട്ട് എല്ലാ FIRകളും പിൻവലിക്കുന്നതിന് പകരം സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് BJP ഭരണ സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വം കൈമാറുകയാണ്. ഇത് കേന്ദ്രത്തെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഉറപ്പ് നൽകി സമരം അവസാനിപ്പിച്ച ശേഷം നടപടി തുടരുന്നത് സർക്കാർ കീഴടങ്ങിയെന്ന ഇമേജ് ഒഴിവാക്കാനും ഞങ്ങൾ പറയുന്ന നിയമം അനുസരിച്ചോണമെന്ന സന്ദേശം ആവർത്തിച്ച് നിലനിർത്താനും കൂടിയാണ്. സമരത്തെ വിദ്യാർത്ഥി പ്രശ്നം എന്നതിൽ നിന്ന് നിയമലംഘനം, അക്രമം, ആൻറ്റി നാഷണൽ സ്വാധീനം എന്ന ആഖ്യാനത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ കേസുകളും അന്വേഷണങ്ങളുമെല്ലാം. ജന്തർ മന്ദറിൽ നടന്നത് മോദിക്കെതിരായ ശരിയായ ഒരു പൊതുജന വികാരമായിരുന്നില്ല, മറിച്ച് രാഷ്ട്രശത്രുക്കളുടെ ആസൂത്രിത ഗൂഢാലോചനയായിരുന്നു എന്ന ചരിത്രരേഖ ചമയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന് വ്യക്തം. തനിക്കെതിരെ അടിത്തട്ടിൽ ശക്തമായ ജനവികാരം രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ തിരിച്ചറിവിൻ്റെ ഭീതിയാണ് ഈ അടിച്ചമർത്തലിന് പിന്നിൽ. ഇതുവരെ തെരുവിലിറങ്ങിയത് മുസ്ലിങ്ങളും ഇടതുപക്ഷക്കാരും ദലിതരുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഇത്തവണ മധ്യവർഗ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും സമരരംഗത്തേക്ക് ഇറങ്ങി വന്നു. മുസ്ലിങ്ങളുടെ സമരത്തെ അവരുടെ പേരും വസ്ത്രവുമൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചും അടിച്ചും ഒതുക്കാമായിരുന്നു.
അവരുടെ മേൽ വേഗത്തിൽ രാജ്യദ്രോഹവും ഭീകരവാദവും ചുമത്താമായിരുന്നു. രാഷ്ട്രീയമായും അത് ഗുണമായിരുന്നു. പക്ഷേ ഇവിടെ കഥ വേറെയാണ്. BJPയുടെ എപ്പോഴത്തെയും മികച്ച വോട്ട് ബാങ്കുകളിലൊന്നായ നഗരമധ്യവർഗം രോഷത്തോടെ തെരുവിലേക്ക് ഇറങ്ങി വന്നു. അതിൽ എല്ലാ മതങ്ങളും എല്ലാ ജാതികളും ഉണ്ടായിരുന്നു. ഈ പുതിയ കൂട്ടായ്മ ഹിന്ദു ഏകീകരണം എന്ന സംഘപരിവാർ വിവരണത്തെ പൊളിച്ചെറിയുകയാണ്. ആ സമരത്തിൽ പങ്കെടുത്തവർ വിളിച്ച മുദ്രാവാക്യം ധർമ്മേന്ദ്ര പ്രധാനെതിരെയല്ല, തനിക്കെതിരെയാണെന്ന് മോദി സാബ് തിരിച്ചറിയുന്നുണ്ട്. 12 വർഷത്തെ പ്രയത്നത്തിലൂടെ ഹിന്ദി ബെൽറ്റിൽ സൃഷ്ടിച്ചെടുത്തു എന്ന് വിശ്വസിച്ചിരുന്ന വിശ്വഗുരു ഇമേജ് കൺമുന്നിൽ പൊളിഞ്ഞു വീഴുന്നത് മോദിയെ അസ്വസ്ഥനാക്കുകയാണ്. ആ രക്ഷിതബോധം മറികടക്കാൻ ഭരണകൂടം ആരെയും അകത്താക്കും, ഏത് അതിക്രിയയും ചെയ്യും. എന്തായാലും ജൻസികളുടെ നേതൃത്വത്തിലുള്ള സോഷ്യൽ മീഡിയ അധിഷ്ഠിത സമരങ്ങൾ വേഗത്തിൽ വളരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ മോദി അവയെ തുടക്കത്തിൽ തന്നെ ഒതുക്കുക എന്നത് ഒരു രാഷ്ട്രീയ മുൻഗണനയായി ഏറ്റെടുത്തു കഴിഞ്ഞു. മോദിക്കെതിരായി വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം നീക്കാൻ പ്ലാറ്റ്ഫോമുകളോട് നിർദ്ദേശിക്കുന്നത് പോലും ഇതിൻ്റെ ഭാഗമാണ്. വളരാൻ വിത്തുകളൊന്നും എവിടെയും ബാക്കിയുണ്ടാവരുത് എന്ന നിർബന്ധം. സമരത്തിൻ്റെ വിജയത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാലും അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അവസാനം മുസ്ലിം പേരുകാരായിരിക്കും എന്ന സമീപകാല ഇന്ത്യൻ ചരിത്രത്തിന് ഇത്തവണയും മാറ്റമൊന്നുമില്ല. CJP അതിനൊരു തിരുത്ത് നിർദ്ദേശിക്കുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുന്നു. ഹിന്ദു മുസ്ലിം വിഭജനം പറഞ്ഞ് ഇനി രക്ഷപ്പെടാമെന്ന് കരുതേണ്ട എന്ന് വേദികളിൽ പ്രഖ്യാപിച്ച CJP നേതാക്കൾക്ക് ഇന്ന് വേട്ടയാടപ്പെടുന്ന മൻസൂറിനും അഷ്റഫിനും അബ്ദുൽ ഖാസിമിനും ജുനൈദിനും നീതി കിട്ടുന്നുവെന്ന് ഉറപ്പിക്കാനുള്ള ബാധ്യതയുണ്ട്. ഐഷി ഘോഷിനും SFI നേതാക്കൾക്കും വേണ്ടി സംസാരിക്കാൻ രാജ്യത്തൊരു പാർട്ടിയും അതിന് MPമാരുമുണ്ട്. അസമിലെയും ഉത്തർപ്രദേശിലെയും പേരറിയാത്ത മുസ്ലിം ചെറുപ്പക്കാർക്ക് അത്തരമൊരു കവചവുമില്ല. അവരെയും ചേർത്തണയ്ക്കാൻ, അവർക്ക് വേണ്ടി കൂടി തെരുവ് നിറയാൻ തീരുമാനിക്കുമ്പോഴല്ലാതെ ജനാധിപത്യ സംരക്ഷണത്തിന് എന്ന അടിക്കുറിപ്പുള്ള കോക്രോച്ച് സമരം പൂർണ്ണമാകില്ല. നിലപാട് കഴിഞ്ഞു. നന്ദി.